കൊല്ലവും അതിൻ്റെ റിസർച്ചും ഓരോ കൊല്ലം ഓരോ തീമും വെച്ചാണ് നമ്മൾ ഡയബറ്റീസ് ഡേ ആചരിക്കുന്നത്. ഇപ്രാവശ്യം ഡയബറ്റീസ് ആൻഡ് വെൽബീയിങ്. പ്രമേഹം രോഗ ചികിത്സയിൽ രോഗിയുടെ പങ്ക് വളരെ നിർണായകമാണ്. രോഗിയുടെ ഭാഗത്താണ് 2/3 ഭാഗം. അപ്പോൾ രോഗി ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഡയറ്റിലോ എക്സസൈസിലോ ഒക്കെ വീഴ്ച വന്നു കഴിഞ്ഞാൽ ചികിത്സ മൊത്തമായിട്ട് താറുമാറാണ്. സാധാരണ രീതിയിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അധികമായിട്ട് വരുമ്പോൾ പലർക്കും തോന്നുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള വിശപ്പ്, നമ്മൾ പറയും പോളിഫേജിയ, പോളിഡിപ്സിയ, ഭയങ്കര ദാഹം, ആൻഡ് എപ്പോഴും മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുക, പോളി യൂറിയ എന്നുള്ള പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡയബറ്റിസ് ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എത്ര അൺകൺട്രോൾഡ് ആയിട്ടാണോ അവരുടെ ഷുഗേഴ്സ് പോകുന്നത് അത്രയും നേരത്തെ അത്രയും ഇൻറ്റൻസിറ്റിയിൽ ഈ കോംപ്ലിക്കേഷൻസ് കയറി വരും. ഇപ്പോൾ നല്ല കൺട്രോൾ ഷുഗർ പോകുന്ന ഒരു പേഷ്യൻറ്റിനെ പോലെ ആയിരിക്കത്തില്ല കൺട്രോൾ ഇല്ലാണ്ട് പോകുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഈ കോംപ്ലിക്കേഷൻസിൽ പെട്ടെന്ന് വരും, അവർക്ക് സിവിയറും ആയിരിക്കും. ലിവിങ് ലൈഫ് വിത്ത് ഡയബറ്റീസ്. പ്രമേഹത്തിനോടൊപ്പം തന്നെ ജീവിക്കുക. പ്രമേഹത്തിൻ്റെ രോഗം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഭക്ഷണം, വ്യായാമം, മെഡിസിൻ. ആ ഭക്ഷണവും വ്യായാമവും പ്രമേഹ രോഗികളുടെ കൈകളിൽ തന്നെയാണ്. ഇപ്പോൾ പ്രമേഹമില്ലാത്ത ആൾക്കാർ അമിതമായിട്ട് മധുരങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരു പ്രതിഭാസമാണ്. ഇതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതിലൂടെയും നമ്മൾ ഡയബറ്റിക് ആവും.